കുട്ടിത്രയത്തിൻ്റെ വായനമുറിയിലേക്ക് സ്വാഗതം. കാണുക, ആശീർവദിക്കുക, തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക. കഥകളി സംഗീതത്തിൻ്റെ ഉറവിടം രാവുണ്ണിമേനോനാശാൻ, വെങ്കിച്ചൻ സ്വാമി, മൂത്തമന എന്നീ ആചാര്യന്മാരെ പോലെ തന്നെ കളിയരങ്ങിലെ ഒരു പ്രസ്ഥാന നായകനായിരുന്നു വെങ്കിടകൃഷ്ണ ഭാഗവതർ. ഇന്നും കളിയരങ്ങുകളിൽ സംഗീതത്തിന്റെ ആധിപത്യം വഹിക്കുന്നത് ഭാഗവതരുടെ ശിഷ്യപ്രശിഷ്യ ഗണമാണെന്നതിൽ നിന്നു തന്നെ ഒരു കലാകാരൻ എന്ന നിലയ്ക്കും ആചാര്യൻ എന്ന നിലയ്ക്കും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രഭാവം ഏതാണ്ട് ഊഹിക്കാമല്ലോ. വേണ്ടത്ര അനുസ്മരിക്കപ്പെടാതെ പോയ ആ മഹാപ്രതിഭാശാലിയുടെ കലാസേവനത്തിലേക്ക് ഒരു എത്തിനോട്ടം, അതാണിവിടെ ഉദ്ദേശിക്കുന്നത്. വെങ്കിടകൃഷ്ണ ഭാഗവതർ 1056 കന്നിയിൽ ജനിച്ചു. 1132 മേടത്തിൽ മരിച്ചു. ഈ 76 കൊല്ലക്കാലത്തെ ജീവിതത്തിൽ മുക്കാലേറെക്കാൽ ഭാഗവും അദ്ദേഹം ചെലവഴിച്ചത് കഥകളിക്കു വേണ്ടി മാത്രമായിരുന്നു. 1070 ഭാഗവതർ കഥകളിക്കു കച്ചകെട്ടിയിറങ്ങിയത്. പിന്നീട് വേഷത്തിനുതകാത്ത മുഖമാണ് തന്റേതെന്ന് സ്വയം മനസ്സിലാക്കിയ ആ ബുദ്ധിമാൻ വേഷാഭ്യാസനത്തിൽ നിന്ന് വിരമിച്ചു. പാരമ്പര്യമായി തന്നെ സംഗീതവാസനയുണ്ടായിരുന്നതുകൊണ്ട് 1078 കഥകളിപ്പാട്ട് പഠിക്കാൻ ആരംഭിക്കുകയും പാട്ടുകാരനായി മാറുകയും ചെയ്തു. കച്ചകെട്ടിച്ചതും പാട്ടു പഠിപ്പിച്ചതും ഷൊർണൂർ മൂത്തേടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയാണ്. അക്കാലത്തു തന്നെ ഭാഗവതരുടെ നേരെ അനുജനായ രാമനും മാതൃസഹോദരി പുത്രനായ ശങ്കരണ്ണനും കർണാടക സംഗീതം അഭ്യസിക്കുന്നുണ്ടായിരുന്നു. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ആ ജ്യേഷ്ഠാനുജന്മാരെ തന്നെ അദ്ദേഹം ഗുരുനാഥന്മാരായി തിരഞ്ഞെടുത്തു. മൂത്തേടത്തിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരുന്ന കഥകളിപ്പദങ്ങൾ അവരെ പാടിക്കേൾപ്പിക്കുകയും അവരത് കുറെ കൂടി ശാസ്ത്രീയമായി പരിഷ്കരിച്ച് ചിട്ടപ്പെടുത്തുകയും ആ ചിട്ടപ്പെടുത്തലിൽ ഭാഗവതർ തന്റേതായ വ്യക്തിത്വം കലർത്തി സ്വയം പാടിപ്പാടി ഉറപ്പിക്കുകയും ആയിരുന്നു പതിവ്. അങ്ങനെ ശങ്കര ഭാഗവതരും വെങ്കിടകൃഷ്ണ ഭാഗവതരും രാമഭാഗവതരും ചേർന്ന് കഥകളിപ്പാട്ടുകളെ കഥകളി സംഗീതം എന്ന് വിളിക്കാറാക്കി. നളചരിതം, തമ്പിയുടെ കഥകൾ, കുചേലവൃത്തം, ദുര്യോധനവധം തുടങ്ങിയ ചില ആട്ടക്കഥകളിലാണ് ഇവരുടെ പരിഷ്കരണ ശ്രമം മുഖ്യമായും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്. ഇന്നും ഒന്നാംകിട ഗായകരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കഥ നിശ്ചയിക്കപ്പെടാറുണ്ടല്ലോ. ആദ്യകാലങ്ങളിൽ അനുജനായ രാമഭാഗവതരാണ്
വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ ശിങ്കിടിയായി കളിക്കു നടന്നിരുന്നത്. കഥകളിക്കു മെനക്കെട്ടാലുള്ള കായക്ലേശം സഹിക്കാനുള്ള കെൽപ്പ് അനുജനില്ലെന്നു കണ്ട ഭാഗവതർ സസ്നേഹം അനുജനെ പിന്തിരിപ്പിച്ചു. കർണാടക സംഗീതം തന്നെ കൂടുതൽ പഠിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ രാമഭാഗവതർ കളിയരങ്ങിൽ നിന്ന് പിൻവാങ്ങി. തുടർന്ന് കുറച്ചു കാലം ശങ്കരണ്ണനായിരുന്നു ഭാഗവതരുടെ ശിങ്കിടി. ശബ്ദഗുണത്തിൽ മികച്ചു നിന്നിരുന്നത് ശങ്കരഭാഗവതരായിരുന്നു. പക്ഷേ താളസ്ഥിതി, കഥകളിപരമായ ചിട്ടകളും ചടങ്ങുകളും വശ്യതയും ഇതെല്ലാം വെങ്കിടകൃഷ്ണ ഭാഗവതർക്കായിരുന്നു കട്ടി. തന്മൂലമത്രേ ഭാഗവതരുടെ ജ്യേഷ്ഠനും ഗുരുനാഥനും കൂടിയായ ശങ്കരഭാഗവതർ ശിങ്കിടിയായത്. എന്റെ ഓർമ്മയിൽ ശ്രീ പനമണ്ണ കുഞ്ചു പൊതുവാളായിരുന്നു ഭാഗവതരുടെ ശിങ്കിടി. പിൽക്കാലത്ത് ശ്രീ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനും. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഭാഗവതരുടെ പാട്ടും അരങ്ങത്തെ ആ ആദ്യവസാനവും മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണിന്നും. താളത്തിനുള്ളിൽ ഒതുങ്ങാത്ത ആലാപന ദൈർഘ്യമോ സംഗീത ചാതുരി പ്രകടമാക്കാൻ വേണ്ടിയുള്ള അനാവശ്യങ്ങളായ മൃഗങ്ങളോ നിരവലുകളോ ഇതൊന്നും ആ പാട്ടിനുണ്ടായിരുന്നില്ല. കഥകളിയുടെ മർമ്മം അദ്ദേഹം ഗ്രഹിച്ചിരുന്നു. കഥകളി സംഗീതം അഭിനയ സംഗീതമാകയാൽ ഭാവത്തിനാണ് പ്രാധാന്യം എന്ന തത്വം അദ്ദേഹം വിസ്മരിച്ചിരുന്നില്ല. എന്തൊരു ഭാവാത്മകതയായിരുന്നു ചില പിടികൾക്കെന്നോ. നളചരിതം 3-ാം ദിവസത്തിൽ കാർക്കോടകന്റെ അന്തികേ വന്നീടേണം എന്ന പദവും കീചകവധത്തിൽ കീചകന്റെ കണ്ടിവാർ കുഴലി എന്ന പദവും രണ്ടും ഭൈരവിരാഗത്തിലാണ്. കാർക്കോടകന്റെ പദം അധികവും മേൽസ്ഥായി പിടിച്ചാണ് ഭാഗവതർ പാടുക. നളനെ വിളിച്ച് നിലവിളിക്കുകയാണല്ലോ കാർക്കോടകൻ. എന്നാൽ കണ്ടിവാർ കുഴലി അധികവും കീഴ്സ്ഥായിയിലേ പാടും. നിശബ്ദവും അന്ധകാരജടിലവുമായ നൃത്താകാരത്തിന്റെ അന്തരീക്ഷം ഇതുകൊണ്ട് സംജാതമാകും. ഇതൊരു ദൃഷ്ടാന്തം മാത്രം. പ്രകടനപരമായ ഇത്തരം സവിശേഷതകൾ എങ്ങനെ എഴുതി ഫലിപ്പിക്കണമെന്ന് അറിയില്ല. വെങ്കിടകൃഷ്ണ ഭാഗവതർ ഏതു പദം പാടുമ്പോഴും അതിൽ അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേകതകൾ കാണാമായിരുന്നു. അഭിനയ സംഗീതത്തിന്റെ പ്രയോഗ സാമർഥ്യം സാഹിത്യത്തെ അതിന്റെ ഭാവഭേദം ഉച്ചനീചത്വം അനുസരിച്ച് സംഗീതത്തിലൂടെ പ്രകടമാക്കൽ, ഫലിതമയമായ ചേഷ്ടാവിലാസങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ അന്യാദൃശങ്ങളായ ചില സവിശേഷതകളായിരുന്നു. വന്ദന ശ്ലോകം ചൊല്ലാൻ തക്കവണ്ണം അദ്ദേഹം അരങ്ങത്തെത്തും. അവിടെ ബെഞ്ചിലോ മറ്റോ ഇരുന്ന് മുറുക്കാൻ പൊതി കെട്ടഴിക്കും. മറ്റുള്ളവരുടെ ശ്ലോകാലാപനം നയിച്ചും നിയന്ത്രിച്ചും ചൊല്ലേണ്ട ശ്ലോകങ്ങളെ ക്രമാനുസൃതം പാടിക്കൊണ്ടും വിവരിച്ചും ഇടയ്ക്കു താൻ തന്നെ ആലപിച്ചും കൊണ്ടാണ് ആ ഇരിപ്പും മുറുക്കും. പുറപ്പാടിന്റെ 1-ാം നോക്കിന് തിര താഴ്ത്തുമ്പോഴേക്കും ചേങ്ങിലയുമായി രംഗത്തെത്തും. പുറപ്പാടും മേളപ്പദവും താൻ തന്നെ പാടണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമാണ്. കണ്ഠത്തിന് കരകരപ്പുണ്ടെങ്കിൽ അത് തീർന്നു കിട്ടാനും ശബ്ദം ശ്രുതിയുമായി ഇഴുകിച്ചേരാനും ഈ സന്ദർഭം കൊണ്ട് സാധിക്കുന്നു. കഥ പാടാൻ തുടങ്ങുമ്പോഴേക്കും ശബ്ദത്തിന്റെ അറ്റകുറ്റങ്ങളെല്ലാം തീരും. ഒരു ദിക്കിൽ കുത്തനെ നിന്ന് പാടുകയെന്നായിരുന്നില്ല
ഭാഗവതരുടെ സമ്പ്രദായം. വേഷത്തിന്റെ പുറകെ നടന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പാടുക. അക്കാലത്ത് ഉച്ചഭാഷിണി യന്ത്രം ദുർലഭമായിരുന്നു. അപൂർവം ചിലയിടങ്ങളിലെ അതുണ്ടാകൂ. ഭാഗവതർക്ക് അതുമായി യോജിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈ കുന്തം മുമ്പിൽ വെച്ചാൽ എനിക്കാകെ ഒരു പേടി, ഭാഗവതർ തമാശയായി പറയാറുണ്ട്. പാട്ടു മുഴുവൻ ഇവൻ വിഴുങ്ങുകയാണെന്നൊരു തോന്നൽ. അല്പമൊരു തപ്പലോ പരിഭ്രമമോ ഉള്ള ഏതൊരു കലാകാരനും ഭാഗവതർ അരങ്ങത്തുണ്ടെങ്കിൽ ആശ്വാസമായി. ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള സൂചനകൾ മുമ്പേ കൊടുക്കും. പദാർത്ഥമറിയാതെ മുദ്രക്കൈ കാണിക്കാതിരിക്കുന്ന വേഷക്കാരുടെ ചെവിയിൽ മറ്റാരും അറിയാതെ അത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു പൊന്നാനി പാട്ടുകാരന്റെ ധർമ്മം അദ്ദേഹം അറിഞ്ഞനുഷ്ഠിച്ചിരുന്നു. പാട്ടുകഴിഞ്ഞാൽ ഇന്ന് മിക്കവരും ചെയ്യാറുള്ളതുപോലെ ചേങ്ങില താഴെ വെച്ച് രംഗം വിട്ടുപോവുക പതിവില്ല ഭാഗവതർ. പുറത്തു പോകേണ്ട അത്യാവശ്യം വന്നാൽ മാത്രം താളം പിടിക്കാൻ നല്ല വശതയുള്ള ആരെയെങ്കിലും ചേങ്ങല ഏൽപ്പിക്കും. പോയ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ രംഗത്തു തിരിച്ചെത്തുകയും ചെയ്യും. അവിടെയുള്ള ബെഞ്ചിലോ മറ്റോ ഇരുന്ന് കാപ്പി കുടിച്ച് മുറുക്കി ആട്ടം ശ്രദ്ധിക്കും. അതിനാൽ നടൻ എപ്പോഴും ഭാഗവതരെ ശ്രദ്ധിക്കും. തന്മൂലം ആട്ടം നീണ്ടുപോകുന്നു എന്ന് ഭാഗവതർക്ക് പക്ഷമുണ്ടെങ്കിൽ മറ്റാരും അറിയാതെ നടനെ അത് ധരിപ്പിക്കാൻ വേണ്ടി ചേങ്ങിലയിൽ നോം നോം എന്നടിക്കുകയോ ചുമയ്ക്കുകയോ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരാറില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നടൻ കാര്യം മനസ്സിലാക്കിക്കൊള്ളും. അരങ്ങത്തെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. പക്ഷേ താനാണിതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. ഒരു ദുഃഖസത്യം ഇവിടെ മറച്ചു വയ്ക്കുന്നില്ല. ഭാഗവതരുടെ ശിഷ്യത്വം വഹിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർക്കാർക്കും തന്നെ അദ്ദേഹത്തിന്റെ കഥകളിപ്പാട്ടിന്റെ ആ പ്രത്യേകത നേടിയെടുക്കാൻ സാധിച്ചില്ല. അവരിൽ പ്രധാനികളുടെ പ്രകടനം പോലും അദ്ദേഹത്തിന്റെ കലാപ്രകടനത്തിന്റെ അർദ്ധാനുകരണം പോലും ആവുന്നില്ല. ഇന്നത്തെ യുവഗായകരുടെ സ്ഥിതിയോ? അവരിൽ പലരും അതിമധുരമായി കഥകളിപ്പദങ്ങൾ പാടുന്നുണ്ട്. പക്ഷേ സംഗീതാംശം മുഴച്ചു നിൽക്കാതെ കഥകളിപ്പദങ്ങൾ സംഗീതാത്മകമായി അവതരിപ്പിക്കാൻ ഭാഗവതർക്കുണ്ടായിരുന്ന ആ പാടവം അതുകൂടി അവർ സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ അവരുടെ പാട്ട് സാക്ഷാൽ കഥകളി സംഗീതം എന്ന വിശേഷണത്തിന് അർഹമാകും. വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് കഴിയൂ.